Hello, Namaskaram. എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേർണിനോ. സോ നമുക്ക് 1st March 2024 കറണ്ട് അഫെയർസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യാം. സോ മാർച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. സോ March 1st 2024 നമ്മൾ ഇന്നലെ 29th February അതായത് 2024 ഇസ് എ ലീപ്പ് ഇയർ, അത് ഓർമ്മ വേണം. സോ നമ്മൾ ഇന്ന് 1st March 2024 കറണ്ട് അഫെയർസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഐശ്വര്യമായിട്ട് ഡിസ്കഷനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Vikramaditya Vedic clock recently mentioned in the news is located in which city? Vikramaditya Vedic clock is located in which city? Options are option A Ujjain, option B Indore, option C Bikaner and option D Lucknow. So Vikramaditya Vedic clock is situated at എവിടെയാണ്? ഉജ്ജയിൻ. ഉജ്ജയിനിലാണ് വിക്രമാദിത്യ വേദിക് ക്ലോക്ക് ഉള്ളത്. സോ ഉജ്ജയിൻ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ, സോ ദ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് ദ വിക്രമാദിത്യ വേദിക് ക്ലോക്ക് അറ്റ് ജന്തർ മന്തർ ഉജ്ജയിൻ. The world first Vedic clock, it displays time using the traditional Indian Panchang positioned on a 85-foot tower. It also provides a planetary positions, Muhurat, astrological calculations, IST and GMT. So developed by Lucknow based Sanstha Arohan. So അത് ഓർത്ത് വയ്ക്കുക, ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഡെവലപ്പ് ചെയ്ത ലക്നൗ ബേസ്ഡ് Sanstha Arohan. It connects to the internet via a mobile app. Ujjain, with its rich timekeeping heritage, is an ideal location due to its historical role in determining India's time zones and its location at the interaction point of the സീറോ മെരീഡിയൻ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സോ ഉജ്ജയിൻ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ കാരണം അതിൻ്റെ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഉജ്ജയിൻ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇന്ത്യാസ് ടൈം സോൺ ആണെങ്കിലും അതിൻ്റെ പൊസിഷൻ ആണെങ്കിലും ടൈം കറക്റ്റായിട്ട് കാണിക്കാനുള്ളൊരു ഒരു പ്ലേസ് ഉജ്ജയിൻ തന്നെയാണ്. സോ ആ ലൊക്കേഷനിൽ ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ അറ്റ് ദ ഇൻറ്ററാക്ഷൻ പോയിന്റ് ഓഫ് ദ സീറോ മെരീഡിയൻ ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. സോ ഉജ്ജയിൻ ഇസ് റിച്ച് ടൈം കീപ്പിംഗ് ഹെറിറ്റേജ്. അതിൻ്റെ ആ ഒരു പ്രത്യേകത കാരണമാണ് ഉജ്ജയിനിൽ തന്നെ ഈ ഒരു വിക്രമാദിത്യ വേദിക് ക്ലോക്ക് പ്ലേസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, സോ വേദിക് ക്ലോക്ക് സോ ട്രഡീഷണൽ ഇന്ത്യൻ പഞ്ചാംഗ് അനുസരിച്ചിട്ടാണ് അതിൽ ടൈം ഡിസ്പ്ലേ ചെയ്യുക. Positioned on an 85-foot tower. Okay, and it is developed by Lucknow based Sanstha Arohan. It connects to the internet via a mobile app. So ഓർത്തു വയ്ക്കുക, വിക്രമാദിത്യ വേദിക് ക്ലോക്ക് at ജന്തർ മന്തർ ഉജ്ജയിൻ. Question number 2. Global Waste Management Outlook 2024 recently seen in the news is published by which one of the following organization? So ഏത് ഓർഗനൈസേഷനാണ് ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ UNEP, option B UNDP, option C UNESCO and option D IMF. So global waste management outlook report publish ചെയ്യുന്നത് ആരാണ്? UNEP. The Global Waste Management Outlook 2024 co-published by UNEP and ISWA highlights key trends. Predictions indicate municipal solid waste will surge from 2.3 to 3.8 billion tons by 2050. So എന്താ പ്രഡിക്ഷൻസിൽ പറയുന്നത്? 2.3 to 3.8 billion tons by 2050 ആവും നമ്മുടെ സോളിഡ് വേസ്റ്റ്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആൻഡ് ദ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് USD 252 billion in 2020 is projected to nearly double by 2050 without immediate intervention. So barriers include insufficient urgency recognition, incomplete data and climate impact underestimation, as well as gendered aspects
informal sector undervaluation and inadequate legislation. So ഓർത്ത് വയ്ക്കുക, ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പുറത്തു വരുന്നതാരാണ്? UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം ആണ് UNEPയുടെ ഫുൾ ഫോം. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓൺ 5th June 1972. And it is an active legal status is active, and അതൊരു പ്രോഗ്രാമാണ്, ദാറ്റ് ഈസ് യുണൈറ്റഡ് നാഷൻസ് എൻവിറോൺമെൻറ്റൽ പ്രോഗ്രാം. ഓക്കെ, സോ അത് വർഷം അതിൻ്റെ മീറ്റിംഗ്സ് ഒക്കെ നടക്കാറുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ നായരോബി, കെന്യ. ഓക്കെ, നായരോബി, കെന്യയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈസ് ഇംഗർ ആൻഡേഴ്സൺ. ഇംഗർ ആൻഡേഴ്സൺ ഇസ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം. ആൻഡ് ഓഫ് കോഴ്സ് യുണൈറ്റഡ് നേഷൻസിൽ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വിത്തൗട്ട് എനി ക്ലൂ നമുക്ക് പഠിക്കാം. പാരൻ്റ് ഓർഗനൈസേഷൻ ഈസ് യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, സോ ഓർത്തിരിക്കേണ്ട കാര്യം ഫോർമേഷനും ഹെഡ് ക്വാർട്ടേഴ്സും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ്. ഫോംഡ് ഓൺ 5th June 1972 ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ നായരോബി, കെന്യ, ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈസ് ഇംഗർ ആൻഡേഴ്സൺ. യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാമാണ് ദ ഗ്ലോബൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ് പ്രെഡിക്ട്സ് ദാറ്റ് ദ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് വിൽ സർജ് ഫ്രം 2.3 to 3.8, ഇൻക്രീസ് ആവും ബൈ 2050. ബില്യൺ ടൺസ് ആണ്, വാല്യൂ ഈസ് 2.3 ബില്യൺ ടൺസിൽ നിന്ന് 3.8 ബില്യൺ ടൺസ് ആവും ബൈ 2050 എന്നാണ് അതിൻ്റെ പ്രഡിക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ബ്രയൻ Mulroney, who recently passed away, was the former Prime Minister of which country? Brian Mulroney is the former Prime Minister of which country? Options are option A Israel, option B Canada, option C Chile, and option D France. So Brian Mulroney is a Prime Minister of Canada. Was a former Prime Minister of Canada. So Brian Mulroney, the ex-Canadian Prime Minister, passed away at 84. He led the Progressive Conservatives to a historic 1984 win, defeating Pierre Trudeau. Mulroney's 9-year term saw impactful policies, notably the Canada-US Free Trade Agreement negotiations, shaping his transformative legacy. So Brian Mulroney is an ex-Canadian Prime Minister. Okay. Ini നാലാമത്തെ question. How many railway stations have successfully achieved the prestigious Eat Right Station certification? എത്ര റെയിൽവേ സ്റ്റേഷൻസ് ആണ് ഹാവ് സക്സസ്ഫുള്ളി അച്ചീവ്ഡ് ദ പ്രസ്റ്റീജിയസ് ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ 157, ഓപ്ഷൻ ബി 154, ആൻഡ് ഓപ്ഷൻ സി 152, ആൻഡ് ഓപ്ഷൻ ഡി 150. സോ ആൻസർ ഇസ് 150 റെയിൽവേ സ്റ്റേഷൻസ്. സോ 150 റെയിൽവേ സ്റ്റേഷൻസ് ആൻഡ് 6 മെട്രോ സ്റ്റേഷൻസ്, അത് ഓർത്ത് വയ്ക്കണേ. 150 railway stations and 6 metro stations have earned the coveted Eat Right Station certification as a part of the Eat Right India movement by FSSAI, led by the Food Safety and Standards Authority of India. So FSSAI ന്റെ full form എന്താണ്? Food Safety and Standards Authority of India ആണ് ഇത് നയിച്ചത്. ആൻഡ് ദ ഇനീഷ്യേറ്റീവ് മാൻഡേറ്റ്സ് stringent food safety, hygiene and nutrition standards for all vendors at certified stations. So 150 railway stations, 6 metro stations have earned the Eat Right Station certification, that is a part of the Eat Right India movement by Food Safety and Standards Authority of India. So നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യനെ കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് ഫോംഡ് ഓൺ 5th September 2008. 5th സെപ്റ്റംബറിലാണ് FSSAI ഫോം ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ഇൻ ന്യൂ ഡൽഹി. ദെൻ ചെയർപേഴ്സൺ ഈസ് സുധാൻഷ് പണ്ട്. ഓക്കെ, ചെയർപേഴ്സൺ ഈസ് സുധാൻഷ് പണ്ട്. അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് CEO ഓഫ് FSSAI ഇസ് Ganji Kamala V. Rao. Ganji Kamala V. Rao is the CEO, Chief Executive Officer of FSSAI. Okay, then Ministry of Health and Family Welfare ആണ് Parent Regulatory Authority, അല്ലെങ്കിൽ Parent Organization അല്ലെങ്കിൽ Ministry of Health and Family Welfare. So ഓർത്തിരിക്കേണ്ട കാര്യം, ചെയർപേഴ്സൺ സുധാൻഷ് പണ്ട്, CEO ഗാഞ്ചി കമല വി റാവു,
formed on 5th September and headquarters is in New Delhi. Okay. Question number 5. Melanoclamis draupadi, recently seen in the news, belongs to which one of the following species? Melanoclamis draupadi is related to, options are option A, octopus, option B, sea slug, option C, crab, and option D, turtle. Answer is option B, sea slug. So, researchers from the Zoological Survey of India have identified a new species of head-shield sea slug, Melanoclamis draupadi, along with coast of Odisha and West Bengal. Along the coast of Odisha and West Bengal. So, അതിൻ്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Measured up to 7 mm. Okay, millimeter, 7 millimeter. It's a small invertebrate with a brownish black body and a distinctive ruby red spot. Clear ആയിട്ട് കാണുന്നുണ്ടല്ലേ ആ ഇമേജിൽ? It is a small invertebrate with a brownish black body and a distinctive ruby red spot. Inhabiting wet sandy beaches, the hermaphroditic slug forms a protective mucus sheath. അതും ആ ഇമേജിൽ ക്ലിയർ ആയി കാണുന്നുണ്ടല്ലേ? ഒരു പ്രൊട്ടക്റ്റീവ് മ്യൂക്കസ് ഷെത്ത് ഉണ്ട് അതിൻ്റെ ബോഡിയിൽ, ലീവിങ് എ ട്രയൽ ലൈക്ക് എ ടർട്ടിൽ ആസ് ഇറ്റ് മൂവ്സ് ബിനീത് ദ സാൻഡ്. സീ സ്ലഗ് mollusk found in various marine environments include 18 non-species globally. So, Melanoclamis draupadi എന്നുള്ളത് along the coast of Odisha and West Bengal കാണപ്പെട്ടിട്ടുള്ള കണ്ടെടുത്തിട്ടുള്ള ഒരു ഹെഡ് ഷീൽഡ് സീ സ്ലഗ് ആണ്. ഓക്കെ, റിസർച്ചേഴ്സ് ഫ്രം സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു ന്യൂ സ്പീഷീസിനെ കണ്ടുപിടിച്ചത്. ക്ലിയർ? ഇനി 6th question. How many crore rupees has the cabinet, Union Cabinet approved for International Big Cat Alliance? How many crore rupees has the Union Cabinet approved for the International Big Cat Alliance? Options are option A 100 crores, option B 150 crores, option C 250 crores, and option D 350 crores. So the answer is option B 150 crores. Okay, the Union Cabinet has given its approval for the establishment of the International Big കാറ്റ് അലയൻസ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് IBCA, ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന് വേണ്ടിയിട്ട് യൂണിയൻ ക്യാബിനറ്റ് എത്ര കോടി രൂപയാണ്? ₹150 crore അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 96 ബിഗ് കാറ്റ് റേഞ്ച് കൺട്രീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻസ് ഓഫ് ദ വേൾഡ്. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് വിൽ ബി ഇൻ India. The government has approved assistance of ₹150 crore for this. It is a common platform for the conservation of the 7 big cats like tiger, lion, leopard, snow leopard, cheetah, jaguar and puma. ഓർത്തേക്കുക, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന് വേണ്ടിയിട്ട് യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് 150 crores. ഓക്കെ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് % ഗ്രോത്ത് ഡിഡ് ദ ഇന്ത്യൻ എക്കണോമി രജിസ്റ്റർ ഡ്യൂറിങ് ദ October-December quarter of the current financial year 2023-24? What % growth did the Indian economy register during the October-December quarter of the current financial year 2023-24? Options are option A 6.4%, option B 7.4%, option C 8.4%, and option D 9.4%. And the answer is option C 8.4%. According to the gross domestic product, GDP in the full form is gross domestic product data of the National Statistical Office, NSO. The Indian economy registered a strong growth of 8.4% on an annual basis during the October to December quarter of the current financial year 2023-24. Okay, so next question number 8. In which state will the country's first semiconductor fab be established? So, in which state will the country's first semiconductor fab to be established? So, first India's first semiconductor fab എവിടെയാണ്
എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ സി തമിഴ്നാടു ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. സോ എവിടെയാണ്? ഗുജറാത്തിലാണ് കൺട്രീസ് ഫസ്റ്റ് സെമി കണ്ടക്ടർ ഫാബ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ദ യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് ദ കൺട്രീസ് ഫസ്റ്റ് സെമി കണ്ടക്ടർ ഫാബ് ടു ബി to be built by the Tata Group in collaboration with Powerchip Taiwan. So ഇത് മേ ബി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സെമി കണ്ടക്ടർ ഫാബ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ധോലേര, ഗുജറാത്ത്. ധോലേര എന്നുള്ള സിറ്റി ഡിസ്ട്രിക്റ്റ് ഏത് സ്റ്റേറ്റിലെയാണെന്ന് മേ ബി ചോദിക്കാം. ധോലേര ഇസ് എ സിറ്റി ഓഫ് ഗുജറാത്ത്. ഓക്കെ, ധോലേര ഗുജറാത്തിലാണ് ഇന്ത്യാസ് ഫസ്റ്റ് സെമി കണ്ടക്ടർ ഫാബ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതേപോലെ തന്നെ അത് ബിൽഡ് ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പ് ഇൻ കൊളാബറേഷൻ വിത്ത് പവർചിപ്പ് തായ്വാൻ. ഓക്കെ, പവർചിപ്പ് തായ്വാനും ടാറ്റ ഗ്രൂപ്പും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു കൺട്രീസ് ഫസ്റ്റ് സെമി കണ്ടക്ടർ ഫാബ് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ധോലേര, ഗുജറാത്ത്. IT മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് said that the semiconductor fab will operate with a capacity of 50,000 wafers per month. Okay, so എത്രയാണ്? സെമികണ്ടക്ടർ ഫാബ് വിൽ ഓപ്പറേറ്റ് വിത്ത് എ കപ്പാസിറ്റി ഓഫ് 50,000 wafers per month. ഓക്കെ, സോ എല്ലാ പോയിൻറ്റ്സും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, question number 9. National Birth Defect Awareness Month 2024 was launched by whom? National Birth Defect Awareness Month 2024 was launched by whom? Options are option A Ministry of Health and Family Welfare, option B Niti Aayog, option C Ministry of Education and option D none of this. Answer is option B Niti Aayog ആണ് ഈ ഒരു നാഷണൽ ബർത്ത് ഡിഫക്റ്റ് അവയർനെസ് മന്ത് 2024 ലോഞ്ച് ചെയ്തത്. സോ ദ നിതി ആയോഗ് മെമ്പർ ഡോക്ടർ VK Paul launched the National Birth Defect Awareness Month 2024 and the theme of this campaign is Breaking Barriers, Inclusive Support for Children with Birth Defects. Breaking Barriers, Inclusive Support for Children with ബർത്ത് ഡിഫക്ട്സ്. സോ നീതി ആയോഗിൻ്റെ മെമ്പറായിട്ടുള്ള ഡോക്ടർ VK Paul ആണ് നാഷണൽ ബർത്ത് ഡിഫക്റ്റ് അവയർനെസ് മന്ത് 2024 ലോഞ്ച് ചെയ്തത്. ഓർത്ത് വയ്ക്കുക. ഇനി 10th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ജ്യൂസ് ജാക്കിംഗ് റീസെൻ്റ്ലി സീൻ ഇൻ ദ ന്യൂസ്? ജ്യൂസ് ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ സൈബർ അറ്റാക്ക്, ഓപ്ഷൻ ബി ഡ്രഗ്സ്, ഓപ്ഷൻ സി ആസ്റ്ററോയിഡ്, ഓപ്ഷൻ ഡി ഇൻവാസീവ് വീഡ്. സോ ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈബർ അറ്റാക്ക് ആണ്. സോ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോഷൻസ് എഗെയിൻസ്റ്റ് ചാർജിങ് മൊബൈൽ ഫോൺസ് ഇൻ പബ്ലിക് പോർട്സ് ഡ്യൂ ടു ദ ഇൻക്രീസിങ് ത്രെറ്റ്സ് ഓഫ് ജ്യൂസ് ജാക്കിംഗ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, റെയിൽവേ സ്റ്റേഷൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും പബ്ലിക്കായിട്ട് നമ്മൾ ചാർജ് ഇല്ലെങ്കിൽ ചാർജർ എടുത്തിട്ട് പോയിട്ട് ചാർജ് ചെയ്യാറുണ്ട് സാധാരണ. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോഷൻസ് എഗെയിൻസ്റ്റ് ചാർജിങ് മൊബൈൽ ഫോൺസ് ഇൻ പബ്ലിക് പോർട്ട് ഡ്യൂ ടു ദ ഇൻക്രീസിങ് ത്രെറ്റ് ഓഫ് ജ്യൂസ് ജാക്കിംഗ്. സോ ജ്യൂസ് ജാക്കിംഗ് എന്താണ്? ഇറ്റ്സ് എ സൈബർ അറ്റാക്ക് വെയർ ഹാക്കേഴ്സ് ഇൻജെക്ട് മാൽവെയർ ഇൻ ടു പബ്ലിക് USB ചാർജിംഗ് സ്റ്റേഷൻസ് കോംപ്രമൈസിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇൻസിഡൻസ് ഓഫൺ occur in public spaces like airports, hotels and shopping centers. This form of attack can lead to device lockout and unauthorized access, enabling cyber criminals to steal personal data and passwords. Stay vigilant to protect your devices in public areas. So hackers എന്ത് ചെയ്യുന്നത്? മാൽവെയർ ഇസ് ഇൻജെക്റ്റഡ് ഇൻ ടു ദ പബ്ലിക് USB ചാർജിങ് സ്റ്റേഷൻസ്. സോ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ പേഴ്സണൽ ഡാറ്റാസും പാസ്വേഡ്സും എല്ലാം അവരെടുക്കുന്നു. സോ ഇത് യൂഷ്വലി ഇസ് ഫൗണ്ട് ഓൺ എയർപോർട്ട്സ്, ഹോട്ടൽസ് ആൻഡ് ഷോപ്പിംഗ് സെൻറ്റേഴ്സ്. ഓക്കെ, സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് കോഷൻസ് അഗെയിൻസ്റ്റ് ചാർജിങ് മൊബൈൽ ഫോൺസ് ഇൻ പബ്ലിക് പോർട്സ് ഡ്യൂ ടു ദ ഇൻക്രീസിങ് ത്രെറ്റ്സ് ഓഫ് ജ്യൂസ് ജാക്കിംഗ്. സോ ജ്യൂസ് ജാക്കിംഗ് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സൈബർ അറ്റാക്ക് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി 11th question. When is World Civil Defense Day celebrated every year? When is World Civil Defense Day celebrated every year? Options are option A 2nd March, option B 1st March, option C 28th February and option D 27th February. So World Civil Defense Day എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 1st മാർച്ചിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. World Civil Defense Day celebrated every year on 1st March all over the world.
This day is celebrated with the aim of raising awareness about the importance of civil defense and emergency preparedness at both national and international levels. So this day was first officially designated by the United Nations on 6th December 1990. Okay, so World Civil Defense Day എന്നാണ് ആചരിക്കുന്നത്. എല്ലാ വർഷവും മാർച്ച് 1 വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഡേ വാസ് ഫസ്റ്റ് ഒഫീഷ്യലി ഡെസിഗ്നേറ്റഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഓൺ 6th December 1990. ക്ലിയർ? സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് റീസെൻ്റ്ലി പാസ്ഡ് എ ബിൽ എയിംഡ് അറ്റ് കർബിംഗ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ? Which state recently passed a bill aimed at curbing illegal immigration? Options are option A Uttarakhand, option B Punjab, option C Haryana, and option D Bihar. Answer is option C Haryana. So the Haryana Assembly passed 9 bills including the Haryana Registration and Regulation of Travel Agents Bill 2024 aimed at curbing illegal immigration and addressing the issue of unregistered travel agents exploiting youths. So Home Minister Anil Vij highlighted the seriousness of the problem. Additionally, a bill to regulate private coaching institutions was passed to protect students and guardians' interest. The bills were part of the concluding day of the week-long budget session with some introduced earlier. So Haryana government have passed 9 bills. അതിലൊരു ബില്ലാണ് ഹരിയാന രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ട്രാവൽ ഏജൻറ്റ്സ് ബിൽ 2024. എന്താണ് അതിൻ്റെ എയിം? അറ്റ് കർബിംഗ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആൻഡ് അഡ്രസ്സിംഗ് ദ ഇഷ്യൂ ഓഫ് അൺരജിസ്റ്റേർഡ് ട്രാവൽ ഏജൻറ്റ്സ് എക്സ്പ്ലോയിറ്റിംഗ് യൂത്ത്. ഓക്കെ, സോ ദ ബിൽ എയിംഡ് അറ്റ് കർബിംഗ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഏത് സ്റ്റേറ്റാണ് പാസ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയാണ് ദ ബിൽ എയിംഡ് അറ്റ് കർബിംഗ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ പാസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽ, CM നെയിം, ഗവർണർ നെയിം എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കുറേ സ്റ്റേറ്റ്സിൻ്റെ CM മാറിയിട്ടുണ്ട്. സോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. പഴയ CM പഠിച്ചിട്ട് പോകരുത്. റൈറ്റ്? സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.